നമസ്കാരം, ഞാൻ മധു ബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ മനോഹരമായ ഒരു പുതിയ ആശയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വരുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ്. ചിന്തകൾ വൈബ്രേഷൻസാണ്. സമാനമായ വൈബ്രേഷൻസ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ വരിക. സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ടെക്നിക്കാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് എന്ന് എന്താണ്? നമ്മളൊരു ആഗ്രഹം അതിനെ വ്യക്തമായി കാണുക, ക്ലാരിറ്റി ഉണ്ടാവുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, അത് നന്നായി വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവും. അപ്പം നമ്മളുടെ ആഗ്രഹത്തിന് ഒരു തടസ്സങ്ങളില്ലാതെ നമുക്കതിനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന വശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ ടെക്നിക്ക്. ഓക്കെ, ഈ ടെക്നിക്കിൻ്റെ പേരാണ് ഹാങ്കി ടെക്നിക്ക്. ഓക്കെ, ഇതുപോലെയുള്ള ഒരു തൂവാല വാങ്ങിക്കണം. 41 തൂവാല വേണം. എല്ലാം ഒരേ പോലെയുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല. ആകൃതിയിലും അതുപോലെ തന്നെ ഡിസൈൻസിലൊക്കെ വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വൈറ്റ് പ്രതലം നമുക്കുണ്ടാവണം. ഓക്കെ, ഫ്രണ്ടിൽ ഒരു വൈറ്റ് പ്രതലം ഉണ്ടായിരിക്കണം. അപ്പോൾ 41 തൂവാലകൾ നിങ്ങൾ വാങ്ങിക്കണം. 41 ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി കുറച്ച് ഡെഡിക്കേഷൻ വേണം. നമ്മൾ അതിനു വേണ്ടി കുറച്ച് മെനക്കെട്ടാലേ ഈ ടെക്നിക്ക് പ്രാവർത്തികമാവുകയുള്ളൂ. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേൽക്കണം. സൂര്യൻ എത്തുന്നതിന് മുന്നേ, സൂര്യോദയത്തിന് മുന്നേ നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യണം. എല്ലാ ദിവസവും കഴിവതും ഒരേ സമയത്ത് തന്നെ ചെയ്യുക. പിന്നെ ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്നിക്കിലോട്ട് കിടക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ആദ്യം മനസ്സിലുണ്ടാവുമല്ലോ. എന്തോ ആയിക്കോട്ടെ, അത് പണമായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതുപോലെ ജോലി നേടുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിനൊരു ഉദാഹരണമായിട്ട് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്, ABC കമ്പനിയിൽ അക്കൗണ്ട് മാനേജറായി എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി. ഓക്കെ, അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇതുപോലെ ചുരുക്കി എഴുതാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയതിന് ശേഷം ഈ ഹാങ്കർചീഫ് രാവിലെ തന്നെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നിങ്ങൾ രാവിലെ റെഡിയായി ജോലിക്കൊക്കെ പോകുമ്പോൾ പോക്കറ്റിൽ വെക്കാം, പേഴ്സിൽ വെക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ കയ്യിലുണ്ടാവണം. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കുക. അങ്ങനെ നോക്കി രാത്രി നമ്മൾ വീട്ടിലെത്തുന്നു, കുളിച്ച് ഫ്രഷായതിനു ശേഷം നമ്മൾ ഉറങ്ങുമ്പോഴും ഇത് നമ്മുടെ പില്ലോയുടെ കീഴിൽ വെക്കുക. ഇതൊന്നും മറന്നു പോകരുത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് വീണ്ടും നമ്മളെടുത്ത് വായിക്കുന്നു. വായിച്ചതിന് ശേഷം ഇത് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ ഡേ 1 കംപ്ലീറ്റ് ആയി. ഡേ 2 ഇത് തന്നെ നമ്മൾ വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ആ ടവൽ എടുക്കുന്നു. ഒരു അക്ഷരം പോലും വ്യത്യാസമില്ലാതെ സെയിം ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ വീണ്ടും എഴുതി വെക്കുന്നു. എഴുതണം. ഓക്കെ, അതുപോലുള്ള ഒരു ആദ്യത്തെ ദിവസം എന്ത് മഷിയാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ മഷി ഉപയോഗിച്ചിട്ട് തന്നെ എഴുതുക. ഓക്കെ, അതിനുശേഷം മടക്കി ഡേ 1 ചെയ്ത പോലെ തന്നെ ചെയ്യുക. രാത്രി തലാണയുടെ കീഴിൽ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ 41 ഡേയ്സ് നിങ്ങൾ ഇത് തടസ്സപ്പെടാതെ ചെയ്യുക. 41 ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈ ടവലുകളെല്ലാം എടുത്ത് നിങ്ങൾ കത്തിച്ച് കളയുക. ഓക്കെ, അപ്പോൾ ആ 41ാമത്തെ ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമോ? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്നവർ അങ്ങനെ സംസാരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ 41 ഡേയ്സ് ചെയ്യുന്നതിന് ഉള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹം നടന്നിരിക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കും. അതാണ് ആദ്യം നമ്മൾ ആഗ്രഹത്തോടുള്ള അറ്റാച്ച്മെൻറ്റാണ് കാണിക്കേണ്ടത്. നമ്മൾ എന്താ വേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ എല്ലാ ദിവസവും നമ്മൾ എഴുതി നമ്മുടെ മനസ്സിലാണത് പതിയുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലത് പതിയുന്നു. ആ ആഗ്രഹവുമായി നമ്മൾ കൂടുതൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു.
ആ ആഗ്രഹത്തെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നു, അത് എല്ലാ ദിവസവും നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഈവൺ ഉറക്കത്തിൽ പോലും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നു, അതിന് സബ് കോൺഷ്യസ് അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 41 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ആ ആഗ്രഹത്തെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ 41 ഡേയ്സ് ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിനിടയിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങൾ ഇനിയും നിലനിന്ന് തന്നെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് 41 ഡേയ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലി ലഭിച്ചു, ആ ജോലി നിങ്ങൾക്ക് കുറേ കാലം നിലനിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പ്രോസസ്സ് ഈ പറഞ്ഞതുപോലെ നിർത്തുക. ഓക്കെ, അപ്പോൾ 41 ഡേയ്സ് ചെയ്ത് ഈ ടവലുകളെല്ലാം കത്തിച്ച് കളയുക. അത് ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, ഈ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഇത് ഏതൊരാഗ്രഹത്തോടും നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അതിനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതാണ് അതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. വിട്ടുവീഴ്ചയില്ലാതെ ലക്ഷ്യത്തോട്ട് പോകാനുള്ള നമ്മുടെ മാനസികാവസ്ഥ. അപ്പോൾ പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും, അല്ലേ, കോൺസ്പയർ ചെയ്യും. നമ്മൾ ഏതാഗ്രഹവും വ്യക്തമാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കാൻ യൂണിവേഴ്സിന് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? വ്യക്തമായി ചോദിക്കുക, വ്യക്തമായി നേടുക. അപ്പോൾ ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കട്ടെ. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. യൂണിവേഴ്സിൻ്റെ ഇൻഹെറൻറ്റ് വാല്യൂസ് ആയിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് പുരുഷാർത്ഥം. ഈ പുരുഷാർത്ഥ എന്നുള്ളതിലെ പുരുഷൻ എന്നുള്ള വാക്ക് മനുഷ്യൻ എന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമാണ് പുരുഷാർത്ഥ. സാധാരണമായ ജീവിതം നയിച്ച് പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ധാരാളമായി അനുഭവിച്ച് കടന്നു പോകുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ. അതിനു പകരമായി വളരെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് പുരുഷാർത്ഥ. 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.